Hi friends, welcome to your channel F1 Glide. This is your Stan with another analysis video for you. അതെ, ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി കഴിഞ്ഞു. ഇടിവെട്ടും വെള്ളപ്പൊക്കവും എന്ന് പറഞ്ഞ പോലെ ക്രാഷുകളും സേഫ്റ്റി കാർഡ്സും മഴയും ഒക്കെയായി ഒരു ചക്കപ്പോക റേസായിരുന്നു അല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിസ് കുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ഓപ്പണർ ഇൻ ലോങ് ടൈം. ഏതായാലും ഈ റേസ് കൊണ്ട് ഗുണമുണ്ടായത് ആർക്കൊക്കെ, അല്ലെങ്കിൽ ഹൂ ആൾ ആർ ദ വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഓഫ് ദ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വിന്നേഴ്സ്. ലാൻഡോ നോറിസ്. കഴിഞ്ഞ വർഷത്തെ ഹാർട്ട് ബ്രേക്കിന് ശേഷം നോറിസിന് ഒരു നല്ല സീസൺ സ്റ്റാർട്ട് അത്യാവശ്യമായിരുന്നു. ആൻഡ് ബോയ്, ഹി ജസ്റ്റ് ഡിഡ് ഇറ്റ്. ഒരു ക്ലീൻ റീസ്റ്റാർട്ട്, പിന്നെ മൾട്ടിപ്പിൾ സേഫ്റ്റി കാർ റീസ്റ്റാർട്ട്സ്, ഒരു സ്കേറി മൊമെൻറ്റ് ഇൻ ദ ഗ്രാവൽ, ആൻഡ് ലാസ്റ്റ് 2-3 ലാപ്സിലെ ആബ്സല്യൂട്ട് പ്രഷർ ഫ്രം മാക്സ്. ഇതൊക്കെ ലാൻഡോ അതിജീവിച്ചു ആൻഡ് ഹി വൺ ദ ഓപ്പണിംഗ് റേസ്. കരിയറിലെ ഫിഫ്ത്ത് വിക്ടറി ഷുഡ് ബി ഹിസ് ഫേവറേറ്റ്. അങ്ങനെ ആദ്യമായി ലാൻഡോ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ലീഡറായി. 2012 കാനഡിയൻ ഗ്രാൻഡ് പ്രിക്ക് ശേഷം ചാമ്പ്യൻഷിപ്പ് ലീഡറാവുന്ന ആദ്യത്തെ മക്ലാരൻ ഡ്രൈവറായി നോറിസ്. ഇതുകൂടാതെ ലാൻഡോ വാസ് വോട്ടഡ് ദ ഡ്രൈവർ ഓഫ് ദ ഡേ ആസ് വെൽ. അലക്സ് ആൽബൺ. കഴിഞ്ഞ സീസണിൻ്റെ സെക്കൻഡ് ഹാഫ് ആൽബണിന് അത്ര നല്ലതല്ലായിരുന്നു. ഫ്രാങ്കോ കോലോപ്പിൻഡോ പല പ്രാവശ്യം അലക്സ് ആൽബണിനെ ടെസ്റ്റ് ചെയ്തു. But this year, it's a positive start for Alex with a well-deserved P5. ഇതിലെ ഐറണി എന്തെന്നാൽ ഫസ്റ്റ് ലാപ്പിൽ തന്നെ റിട്ടയർ ആയെങ്കിലും അലക്സിൻ്റെ ടീംമേറ്റ് കാർലോസ് സൈൻസിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു അലക്സിൻ്റെ ഓരോ പിറ്റ് സ്റ്റോപ്പിലും ടയർ ചൂസിങ്ങിലും. ദേ ആർ ബിക്കമിങ് ഗുഡ് ടീംമേറ്റ്സ്. P5 വില്യംസിന് വേണ്ടിയുള്ള അലക്സിൻ്റെ ബെസ്റ്റ് റിസൾട്ടാണ്. കിമി ആൻ്റണല്ലി. ഡ്രൈവർ ഓഫ് ദ ഡേക്ക് ഒരു സ്ട്രോങ് കണ്ടൻറ്ററായിരുന്നു കിമി ആൻ്റണല്ലി. കാരണം സിമ്പിൾ. P16 ആരംഭിച്ച് P4 ഫിനിഷ് ചെയ്തു, അതും ആദ്യത്തെ ഫോർമുല 1 റേസിൽ തന്നെ. മാക്സിന് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ പോയിന്റ് സ്കോറർ കൂടിയായി കിമി ആൻ്റണല്ലി. ലാൻസ് സ്ട്രോൾ. ആസ്റ്റൺ മാർട്ടിന് വേണ്ടി ഒരു പോയിന്റ് സ്കോറിംഗ് പൊസിഷനിലായിരുന്നു ഫെർണാണ്ടോ അലോൺസോ. ബട്ട് ആൻ ആക്സിഡൻറ്റ് ചേഞ്ച് എവരിതിങ്. ബട്ട് ലാൻസ് മേഡ് ഷുവർ ആസ്റ്റൺ മാർട്ടിൻ ഗോട്ട് ഡീസൻറ്റ് പോയിൻറ്റ്സ്. അതെ, ലാൻസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ടയറിലേക്കുള്ള സ്വിച്ച് വാസ് പിൻ പോയിൻ്റ് ആക്യുറേറ്റ്. അതുകൊണ്ട് തന്നെ അതുവരെ ഒരു സൈലൻറ്റ് റേസ് നടത്തിയിരുന്ന ലാൻസ് ഓൾ ഓഫ് എ സഡൻ ബിക്കെയിം എ പോയിന്റ് സ്കോറർ. നിക്കോ ഹൾക്കൻബർഗ്. കഴിഞ്ഞ സീസണിൽ 23 റേസിന് ശേഷമാണ് ക്വിക്സോബർ ഒരു പോയിൻ്റ് നേടിയതെങ്കിൽ ഈ വർഷം ആദ്യ റേസിൽ തന്നെ പോയിൻ്റ് സ്കോർ ചെയ്തു. കഴിഞ്ഞ വർഷം ഹാസിൽ നിന്നും എത്തിയ ഹൾക്കൻബർഗ് ഹി ജസ്റ്റ് കെപ്റ്റ് ഔട്ട് ഓഫ് ട്രബിൾ എന്ന് പറയുന്നതാണ് ശരി. And things fall into his place and he got decent points. ഇനി നമുക്ക് ലൂസേഴ്സിലേക്ക് പോകാം. ഓസ്കർ പിയസ്ട്രി. റേസിൻ്റെ മുക്കാൽ ഭാഗവും ഓസ്കർ വാസ് ലിവിങ് അപ്പ് ടു ദ എക്സ്പെക്റ്റേഷൻ. ഹോം ക്രൗഡ് ആൻഡ് ഹോം റേസിൻ്റെ പ്രഷർ നല്ലതുപോലെ ഉണ്ടായിട്ടും P2 സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാക്സിന് കൊടുത്ത് P3 ആയപ്പോഴും ഓസ്കർ കെയിം ബാക്ക്. ഒരു സമയത്ത് ഹി വാസ് ഫാസ്റ്റർ ദാൻ ലാൻഡോ. ഞാൻ കരുതി ബോത്ത് ദ മക്ലാരൻ വിൽ ഫൈറ്റ് ഔട്ട് ഫോർ ദ വിക്ടറി. ബട്ട് മഴ എല്ലാം കാറ്റിൽ പറത്തി. ഒരു സ്കിഡ് ചേഞ്ച് ഹിസ് റേസ്. P2 ഉറപ്പായിരുന്നിടത്തൊന്നും ജസ്റ്റ് P9. റേസിംഗ് ബുൾസ്. P5 ആൻഡ് P11 സ്റ്റാർട്ട് ചെയ്ത 2 ഡ്രൈവേഴ്സ്. നല്ലൊരു പോയിന്റ് സ്കോറിങ്ങിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടായിരുന്നു റേസിംഗ് ബുൾസിന്. ബട്ട് ട്രാജഡി സ്ട്രക്ക്. ഹഡ്ജാർ വാസ് ഔട്ട് ഓഫ് ദ ഫോർമേഷൻ ലാപ്പ്. ബട്ട് ലാസ്റ്റ് മഴ വരുന്നതുവരെ യുക്കി വാസ് ഇൻ P5 ആൻഡ് വാസ് ഡൂയിങ് എ സോളിഡ് പെർഫോമൻസ് ആൻഡ് ഹി വാസ് സോളിഡ് പോയിന്റ് കണ്ടൻറ്ററായിരുന്നു. ഒരു റോങ് ഡിസിഷൻ. അതെ, ടയർ സ്വിച്ച് ചെയ്യാനുള്ള തീരുമാനം ഒരു ലാപ്പ് നീട്ടി വെച്ചതുകൊണ്ട് ഹി ലോസ്റ്റ് ഹിസ് പൊസിഷൻ ആൻഡ് ഹി എൻഡഡ് അപ്പ് അറ്റ് P12. ആൽപീൻ ഹാഡ് വെരി സ്ട്രോങ് പേസ്. ഗ്യാസ്ലി ആൻഡ് ഡൂവൺ ക്വാളിഫൈഡ് വെൽ ആസ് വെൽ. പോയിന്റ് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ഡൂഹൻ്റെ ഫസ്റ്റ് ലാപ്പ് ക്രാഷും പിന്നെ ഫൈനൽ സേഫ്റ്റി കാറും കൂടി ആൽപൈൻ്റെ സാധ്യതകൾ മൊത്തത്തിൽ ഇല്ലാതാക്കി. ഫെറാറി ആയിരുന്നു മക്ലാരൻ്റെ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ബേസ്ഡ് ഓൺ ദ റേസ് പേസ് ദേ ഹാവ്. ബട്ട് അത് മെറ്റീരിയലൈസ് ആയില്ല. ലെക്ലർക്ക് റേസിൻ്റെ ഭൂരിഭാഗവും ടോപ്പ് 5 ലൂയിസ് ആകട്ടെ അലക്സ് ആൽബണിൻ്റെ പുറകിലും. ഹി കുഡന്റ് ജസ്റ്റ് ഓവർടേക്ക് ആൽബൺ. മഴ വന്നപ്പോൾ ഫെറാറി പിറ്റ് ചെയ്യാതെ ലെക്ലറിനെയും ലൂയിസിനെയും സ്ലിക് ടയറിൽ തന്നെ വിട്ടു. വിത്ത് ദാറ്റ് ലൂയിസ് P1 ലെക്ലർക്ക് P3 ആൻഡ് ഫെറാറി ഫാൻസ് വെർ ഓവർജോയ്ഡ്. ബട്ട് ഒരു ലാപ്പ് കൂടി സ്ലിക് ടയറിൽ തുടരാനുള്ള തീരുമാനം തെറ്റി.
and that cost them dearly. Ultimately, they finished P8 and P10. And finally, Haas. Haas was the slowest team in the Grand Prix. ഒക്കോൺ ആൻഡ് ബെയർമാൻ വലിയ ഇൻസിഡൻസ് ഒന്നുമില്ലാതെ റേസ് ഫിനിഷ് ചെയ്തെങ്കിലും ദേ ലാക്ക് ദ പേസ്. ലെറ്റ് സീ വാട്ട് ദേ ക്യാൻ ഡു ദ നെക്സ്റ്റ് ഗ്രാൻഡ് പ്രീ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. Hope you liked this video. Give your suggestions. For more good contents and to glide through the world of Formula 1, please like, share and subscribe. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും മറക്കാതെ ഫോളോ ചെയ്തേക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ചാനൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ആഡിയോസ് അമീഗോസ്, സൈനിങ് ഓഫ്. ബൈ.